ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR കുക്കീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പുപൊടിയും മുട്ടയും ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പുപൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പൊടിക്കാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായി പ്രസ് ചെയ്ത് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നു. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. ഇനി അരമണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി നമുക്ക് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഒന്ന് മൂടി വയ്ക്കാം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞ നമുക്ക് നന്നായിട്ട് നടിച്ചെടുക്കാം. മഞ്ഞ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളയിലോട്ട് നമുക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കും. ഞാൻ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ബോൾസാക്കി നന്നായിട്ടൊന്ന് പരത്തെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പൊടിയൊന്നും ഇട്ട് പരത്തരുത്. 1 ടീസ്പൂൺ മഞ്ഞ നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെള്ളയുടെ മുകളിലൂടെ അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സൈഡിൽ ഇതുപോലെ തന്നെ വെള്ളയുടെ മിക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. ഞാൻ ഈ പാൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ആദ്യമേ തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നന്നായിട്ട് പൊന്നി കിട്ടുള്ളൂ. നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാവ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം തയ്യാറാക്കി എടുക്കാമല്ലോ. ഇതിന് നമ്മൾ കറികളൊന്നും പ്രത്യേകിച്ച് വേണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണത്. കുട്ടികൾക്ക് തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ചപ്പാത്തിയൊക്കെ നമ്മൾ കഴിച്ച് മടുക്കുമ്പോൾ ഇതോണൊക്കെ ഇടയ്ക്കൊക്കെ മാറ്റി എല്ലാവരും തയ്യാറാക്കണം. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.